അസാധാരണമായ മനുഷ്യസ്നേഹമുള്ള ഒരാളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. 2013 സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒരു സദസ്സിൽ ഒരു അപൂർവ സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹം എന്താണെന്ന് ആഴത്തിൽ കാണിച്ചു കൊടുക്കാൻ അത് ഉപകരിച്ചു. ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് എന്ന ജനിതക രോഗം ബാധിച്ച ഒരാൾ, വളരെ വികൃതമായി കണ്ട ഒരാളെ ഫ്രാൻസിസ് മാർപ്പാപ്പ കെട്ടിപ്പിടിച്ചു. സാധാരണഗതിയിൽ ആളുകൾ അറയ്ക്കുന്ന രീതിയിലുള്ള രൂപമുള്ള ആ മനുഷ്യനെ മറ്റൊന്നും ആലോചിക്കാതെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആലിംഗനം ചെയ്തത്. രൂപം കാരണം പലരും ഇതേ റിവയെ മാറ്റി നിർത്തുമ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിനെ വളരെ ആവേശത്തിൽ ആലിംഗനം ചെയ്തത്. മാത്രമല്ല, അദ്ദേഹത്തിനെ അകറ്റി നിർത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു അദ്ദേഹത്തെ സൗമ്യമായിട്ട് ആലിംഗനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നേർക്ക് പുഞ്ചിരിക്കുകയും ചെയ്തു. ആ നിമിഷം താൻ സ്വർഗത്തിലെത്തി എന്നാണ് റിവ പറഞ്ഞത്. എന്നെ കെട്ടിപ്പിടിക്കണോ വേണ്ടയോ എന്ന് അദ്ദേഹം ആലോചിച്ചില്ല. അദ്ദേഹം ആലിംഗനം ചെയ്യുമ്പോൾ സ്നേഹം ഇങ്ങനെ പ്രവാഹം പോലെ വരുന്നത് മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടുള്ളൂ എന്നാണ് റിവ പിന്നീട് പറഞ്ഞത്. അപ്പോൾ സഹാനുഭൂതി, സ്നേഹം എന്നിവ കൊടുക്കുന്നതിൽ നമ്മൾ വലിപ്പം ചെറുപ്പം നോക്കാൻ പാടില്ല, ആളിൻ്റെ രൂപം നോക്കാൻ പാടില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാതെ ലോകത്തോട് പറയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും അത് പ്രേക്ഷകരോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരാളോട് ഒരു സാധാരണക്കാരൻ ആണ് എന്ന് കരുതി നമ്മൾ അയാളോടുള്ള സ്നേഹം പകരാനും ആലിംഗനം ചെയ്യാനും മടിക്കരുത്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിച്ചു തന്ന നല്ല വഴി അതാണ്. അപ്പോൾ സ്നേഹം ആവശ്യമുള്ളവർക്ക് സ്നേഹം കൊടുക്കണം, സഹാനുഭൂതി ആവശ്യമുള്ളവർക്ക് സഹാനുഭൂതി കൊടുക്കണം, അനുതാപം ആവശ്യമുള്ളവർക്ക് അനുതാപം കൊടുക്കണം.